ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ്, അതായത് 2025 ചോദിച്ച കറണ്ട് അഫയേഴ്സ്, നമ്മുടെ ജനുവരി മുതൽ മാർച്ച് വരെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ കലാകായികം, സാഹിത്യം, സാംസ്കാരികത്തിന്റെ രണ്ട് പാർട്ടായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ 2024 വരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവര് പോയി കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ ഗവർണർ. ഓക്കെ, ഇപ്പോഴത്തെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? ലോക ബാങ്ക് പ്രസിഡന്റ് ഇപ്പോൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അജയ് ബംഗ. അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ്. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്, സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ, PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം. ഓക്കെ, 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പൃഥ്വിരാജ് ആണ് അല്ലെ. ആടുജീവിതത്തിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് ആണ് 2024 54ാമത് കേരള സംസ്ഥാന അവാർഡുകളിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ജപ്പാനാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ജപ്പാനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഓക്കെ, മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആർക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 2024? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. ഓക്കെ, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ലാഹോർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ലാഹോർ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിലാണ്. കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ്? ഓക്കെ, കമ്മീഷണറുടെ പേര് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇനി മുതൽ ക്യാൻസൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനും കൂടെ ഞാൻ ആൻസർ പറഞ്ഞിട്ട് പോവാം. ഇവിടെ അത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഷാജഹാൻ ആണല്ലേ. ഷാജഹാൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഷാജഹാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഇസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ. ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഡോക്ടർ എസ് സോമനാഥ് ആണ് നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സോമനാഥ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വാസ് ഹു വാസ് ഡിഫീറ്റഡ് ബൈ ഡി ഗുകേഷ്. ഓക്കെ, അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2024 ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ആരെയാണ് ഗുകേഷ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആരെയാണ്? ഡിങ് ലിറൻ. ഡിങ് ലിറനെയാണ് ഗുകേഷ് പരാജയപ്പെടുത്തിയത്. ഗുകേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡിങ് ലിറേൻ. ഓക്കെ, ഡിങ് ലിറേനെയാണ് ഗുകേഷ് പരാജയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2022 ഓക്കെ, ഫിഫയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇൻ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ വിച്ച് കൺട്രീസ് ടീം വാസ് ഡിഫീറ്റഡ്? ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഫൈനലില് തോൽവി നേരിട്ട ടീം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ്
തോൽവി ഏറ്റുവാങ്ങിയത്? തോൽവി ഏറ്റുവാങ്ങിയത് ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Where was India's first constitution park inaugurated in 2024? Okay, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. പൂനെയിലാണ്. പൂനെയിലാണ് ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഇനോഗ്രേറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? പുതിയ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. ഓക്കെ, അപ്പൊ 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ് ആൻസർ വരുന്നത്? കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, the National Awards for E-Governance 2024 were conferred during the 27th National Conference on E-Governance held in which city? Okay, ഏത് നഗരത്തിൽ നടന്ന E-Governance സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 E-Governance അവാർഡുകൾ ലഭിച്ചത്? ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. മുംബൈ ആണ്. ഓക്കെ, മുംബൈയിൽ വെച്ച് നടന്ന E-Governance സംബന്ധിച്ച് 27ാമത് ദേശീയ സംസ്ഥാന സമ്മേളനത്തിലാണ് ഈ 2024 E-Governance അവാർഡുകൾ ലഭിച്ചത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മുംബൈ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. NS മാധവനാണ്. NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. ഓക്കെ, അപ്പൊ യോഗ്യശ്രീ നടപ്പിലാക്കിയത് എവിടെയാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. പശ്ചിമ ബംഗാൾ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹാൻകാങ്ങിനാണ് അല്ലെ. ഇവര് സൗത്ത് കൊറിയൻ സ്വദേശിയാണ്. ഓക്കെ, ഹാൻകാങ് ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ച വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ചത് എന്നാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? 2023 2023. ഓക്കെ, അടുത്ത എന്താണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കസാൻ, റഷ്യ. കസാൻ, റഷ്യയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഓക്കെ, വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം എന്ന് പറയുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. PR ശ്രീജേഷ് ആണ് വെങ്കലം നേടിയ ടീമിലെ മലയാളി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന. സംഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയ് എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. കാരിച്ചാൽ ചുണ്ടനാണ്. 2025 പ്രഥമ ഗോഗോ ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യയാണ് കേട്ടോ. വേദി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.
1 4 അതായത് 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അതുപോലെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവര് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, റഷ്യയിലാണ് നടന്നത്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എവിടെയാണ്? കഴിഞ്ഞുപോയി അല്ലെ. എവിടെയാണ്? പാലക്കാടും ചേലക്കരയിലുമാണ്. അപ്പൊ ഇന്ന് ഇത്രയും നോക്കാനുള്ളൂ കേട്ടോ. അതായത് ഒരു 3 മാസത്തെ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് യൂസ്ഫുൾ ആവുന്നവര് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരാനായിട്ട് നോക്കാം. ഇനി വേറൊരു ദിവസം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.